നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചകളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് 19,830 830 നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പൊ 830 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ സാധിക്കാതെയായിരുന്നു നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അതിനുശേഷം 830 മുകളിലേക്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നിഫ്റ്റിയുടെ മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആണ്. 830 മുകളിലെ ക്ലോസിംഗ് സ്ട്രോങ് ആണ്. അതിനുശേഷമായാലും നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ കണ്ടിരുന്നത്. നിഫ്റ്റി 20,267 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിഫ്റ്റി ആയാലും മുകളിലേക്ക് ആയാലും തുടർച്ചയായിട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ആയാലും മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിനായാലും ഒരു കറണ്ട് ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? നിഫ്റ്റി 19,830 മുകളിൽ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. പക്ഷെ നിഫ്റ്റിക്ക് ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്, ഈ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് മൊമെന്റത്തിന് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു സപ്പോർട്ട് നിഫ്റ്റിയിൽ ഇതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. 20,200 എന്ന് പറയുന്നത്. 20,200 തന്നെയാണ് നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട ഒന്നാമത്തെ ഒരു സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം നിഫ്റ്റിയിലും അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 20,110 നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. ഈ ഒരു രണ്ട് സപ്പോർട്ടുകൾ നമ്മൾ മുൻപ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് പ്രഡിക്ഷൻ നടത്തിയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പൊ അതിനുശേഷം നിഫ്റ്റിക്കായാലും അടുത്തൊരു സപ്പോർട്ട് 19,830 തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് സപ്പോർട്ടുകൾ നിലനിർത്തുമ്പോൾ നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലായാലും നെക്സ്റ്റ് ദിവസങ്ങളിലായാലും നിഫ്റ്റി ആയാലും ഇൻ കേസ് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ടുകൾ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ അടിസ്ഥാനമാക്കിയായിരിക്കും നിഫ്റ്റിയിലായാലും ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റം. ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് മൊമെന്റം ഇപ്പൊ ഒരു സ്പീഡ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിഫ്റ്റിയിൽ ഈ ഒരു സ്പീഡ് ഒന്ന് കുറയണമെങ്കിൽ നിഫ്റ്റിയിൽ 20,200 താഴത്തേക്ക് നിഫ്റ്റി ഒന്ന് ക്ലോസ് ചെയ്താൽ, അപ്പോൾ നിഫ്റ്റിയിൽ 20,200 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഈ ഒരു മൊമെന്റം ഒന്ന് സ്പീഡ് കുറയും. അല്ലെങ്കിൽ നിഫ്റ്റിയിലും ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ് ആയിരിക്കും നിലനിൽക്കാനായിട്ട് സാധ്യത കാണുന്നത്. അപ്പൊ ഇതിന് ശേഷമായാലും നിഫ്റ്റിയിലും അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 20,110, അതുപോലെ തന്നെ 19,830. അപ്പൊ ഈ രണ്ട് സപ്പോർട്ടിന്റെ ഒരു മുകളിലും സസ്റ്റെയിൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് തന്നെയാണ് സെന്റിമെന്റിൽ. എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഇൻട്രാഡേ ലെവലിൽ ശ്രദ്ധിക്കുക. പൊസിഷനിലായാലും നിഫ്റ്റിയിലായാലും ഒരു വ്യൂ മനസ്സിലാക്കാനായിട്ടുള്ള മുകളിലേക്കുള്ള ഒരു മൊമെന്റം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മൂന്ന് സപ്പോർട്ടുകൾ, ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഇല്ല. 20,200 മുകളിൽ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് നിലനിർത്തിയാൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരെ ബാങ്ക് നിഫ്റ്റിക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മളത് പറഞ്ഞിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോസിറ്റീവ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം നിലനിർത്താനായിട്ട് ബാങ്ക് നിഫ്റ്റിയിലും നിലനിർത്തേണ്ട സപ്പോർട്ട് 44,600, 44,400. ഈ ഒരു രണ്ട് സപ്പോർട്ടുകൾ ഇമ്പോർട്ടന്റ് സപ്പോർട്ടുകളാണ്. ഈ ഒരു രണ്ട് സപ്പോർട്ട് ഇൻ കേസ് മാർക്കറ്റ് ഒരു ഫാൾ വന്നാലും, ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു സപ്പോർട്ട് താഴത്തേക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് ലെവലിൽ നിന്ന് തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ വരും ദിവസത്തെ ഒരു ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കുക. ഹയർ ലെവലിലേക്കായാലും ബാങ്ക് നിഫ്റ്റിക്ക് അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത്, ബാങ്ക് നിഫ്റ്റി അടുത്തൊരു റെസിസ്റ്റൻസ് ഹയർ ലെവലിലേക്കായാലും കാണുന്നത് 45,000 ആണ്. ഇതിന്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരും ദിവസങ്ങളിൽ ആക്ട് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് നോക്കാം ഇൻട്രാഡേയിൽ നിഫ്റ്റിയിലും ഏതാണ് വരും ദിവസത്തെ ഒരു സപ്പോർട്ട് എന്ന് നോക്കാം. ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കാണ് മാറ്റുന്നത്.
ഇപ്പോൾ നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. 20,290 ഇതിൻ്റെ ഒരു മുകളിൽ നിഫ്റ്റി ഓപ്പൺ വന്നതിന് ശേഷം ഇങ്ങനെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 20,290 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നിടത്തോളം നിഫ്റ്റിയിലായാലും ആ ഒരു പോസിറ്റീവ് മൊമെന്റം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും 20,265 ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നിടത്തോളം ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിഫ്റ്റിയിലായാലും നിലനിൽക്കും. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം എന്താണ് ട്രെൻഡ് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന അതിൻ്റെ ഒരു മുകളിലേക്ക് നിലനിൽക്കുന്ന ട്രേഡുകൾ നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയിലും 5 മിനിറ്റിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിലനിർത്തേണ്ട സപ്പോർട്ട് 20,290, 20,265 ഈ രണ്ട് സപ്പോർട്ടുകളും ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ 205 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. കേസ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 20,265 താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താലും ബൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 20,290 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത. 20,220 സപ്പോർട്ടാണ് ലോവർ ലെവല്. അതിന് താഴെ 20,195 സപ്പോർട്ട് ഉണ്ട്. അതിന് താഴെയിലും നിഫ്റ്റിക്കയിലും 20,120 സപ്പോർട്ടുകളുണ്ട്. ഈ ഒരു സപ്പോർട്ടുകളൊക്കെ നല്ലൊരു സപ്പോർട്ടുകളാണ്. മാർക്കറ്റിൽ നല്ല രീതിയിൽ മൊമെന്റം കിട്ടാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ലെവലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. അടുത്തൊരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയുടെ ഒരു സെന്റിമെന്റാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇൻട്രാഡേ ട്രെൻഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇൻട്രാഡേയിലും മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു ഹയർ ലെവലിലേക്ക് ഒരു തൊട്ടടുത്താണ് റെസിസ്റ്റൻസ് കാണുന്നത്. കൃത്യമായിട്ടൊരു ട്രെൻഡ്, കൃത്യമായിട്ടുള്ള ഒരു മൊമെന്റം കിട്ടണമെങ്കിൽ, മൊമെന്റത്തിന് ആ ഒരു സ്പീഡ് കിട്ടണമെങ്കിൽ 44,950 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രോങ് ബൈ ആണ്. പക്ഷെ മൊമെന്റ് സ്പീഡ് കിട്ടണമെങ്കിൽ 45,000 മുകളിലേക്ക് ക്ലോസ് ചെയ്യണം. വളരെ സ്പീഡായിട്ട് ഇതിൻ്റെ മുകളിലേക്കും ക്ലോസ് ചെയ്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരിക്കും. ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് എങ്കിൽ 44,950 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, 45,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. 45,105 അടുത്ത റെസിസ്റ്റൻസ് ലെവൽ. ഓപ്പൺ ചെയ്യുന്നത് 44,950 താഴെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. 44,850 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തൊട്ടടുത്താണ് സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. അപ്പോൾ 44,850 ഒരു സപ്പോർട്ടാണ്. അപ്പോൾ 850 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 950 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 950 മുകളിലേക്കാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈരൊരു മൊമെന്റം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് 44,850 താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിലെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്തൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ നമുക്ക് ഇത്ര തൊട്ടടുത്ത് നമുക്കൊരു സപ്പോർട്ടുകൾ നമ്മൾ നൽകാറില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യേണ്ട, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നു തോന്നിയാൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സ്പീഡ് മൊമെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഷോർട്ട്സിന്റെ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സപ്പോർട്ടുകൾ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 44,550 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ലോവർ ലെവലിലെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഇതാണ്. മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ.
അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ് സെന്റിമെന്റ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാണ്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.